ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ. ആ ശാന്തി മന്ത്രത്തിലും ഒരു വാക്കുണ്ട്, സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ എന്ന് ഒരു ഉണ്ട്. അതായത് ഇത് ഞാൻ ഇന്ദ്രനെ നമ്പിക്കുക, ഇന്ദ്ര അല്ലയോ ഇന്ദ്ര, ഞാൻ അങ്ങേ നമ്പിക്കുകയാണ്. സ്വസ്തിന ഇന്ദ്രോ, എനിക്ക് സ്വസ്തി തരണേ ഇന്ദ്ര വൃദ്ധശ്രവാഹ എന്ന് പറഞ്ഞ് ഇത് വർദ്ധിച്ചു വരുന്ന കീർത്തിയുള്ളവനെ എന്ന് ഇന്ദ്രനെ നമ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി വന്നിട്ട് അമ്മേ മഹാലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പൈസ വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുപോലെ ഇന്ദ്രനെ നമ്പിക്കുകയാണ്. ഇന്ദ്ര വർദ്ധിച്ചു വരുന്ന കീർത്തിയുള്ളവനെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലയോ ഇന്ദ്ര, അങ്ങേപോലെ എന്നെയും കീർത്തിമാനാക്കണം, എനിക്കും പേരും പ്രശസ്തിയും വേണം എന്നുള്ള ആ പ്രാർത്ഥന വളരെ നിസ്വാർത്ഥമായൊരു പ്രാർത്ഥനയാണ്, സ്വാർത്ഥതയല്ല. കാരണം ഈ ആചാരനറിയാം എൻ്റെ കയ്യിലുള്ള ഈ ജ്ഞാനം, ഈ ആത്മജ്ഞാനം അതൊരിക്കലും നശിക്കരുത്. ആ ആത്മജ്ഞാനം നശിച്ചാൽ മാനവരാശിയെ നശിക്കും. അതുകൊണ്ട് നല്ല ബ്രഹ്മചാരികൾ ആമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, നല്ല യുവാക്കൾ, നല്ല ബ്രഹ്മചാരികൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ വിദ്യ പഠിച്ച് അഭ്യസിച്ചു ഈ വിദ്യ വീണ്ടും വരുന്ന തലമുറക്ക് പകരമാകട്ടെ എന്നുള്ള നിസ്വാർത്ഥമായ പ്രാർത്ഥനയാണ്. അപ്പം അങ്ങനെ ഫസ്റ്റ് ഘട്ടം പാരായണം, രണ്ടാമത്തെ ഘട്ടം അതിൻ്റെ അർത്ഥം നന്നാക്കി മനസ്സിലാക്കണം. എന്നിരുന്നാലും യഥാർത്ഥമായിട്ട് വേദരക്ഷണം ചെയ്യാൻ പറ്റുന്നത് അമ്മയ്ക്ക് മാത്രമാണ്, അമ്മയെപ്പോലുള്ള അവതാരങ്ങൾ മാത്രമാണ്. കാരണം ഈ നമ്മുടെ വേദങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമാണോ? ഒരു എക്സാമ്പിൾ പറയും, ലബ്ധ്വാ നാപരം ജ്ഞാനം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേണ ഗുരുനാപി വിചാല്യത്തെ എന്ന് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, ഒരു മന്ത്രമുണ്ട്. അതായത് യാതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂലോകത്തിലെ ഒരു ഏറ്റവും വലിയ കൊടുങ്കാറ്റ് നമ്മളെ ഇളക്കാൻ സാധിക്കില്ല. നമുക്ക് അത്രയും ശക്തിയുണ്ട്, അത്രയും ആത്മബലം ഉണ്ടാവും. അങ്ങനെ ഒരവസ്ഥയുണ്ട്. അതായത് സ്ഥിതപ്രജ്ഞ എന്നുള്ള ആ ഒരു അനുഭവം, ആ ഒരു അവസ്ഥയുണ്ട്. യാതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ഒരു ദുഃഖത്തിനും, എത്ര വലിയ ദുഃഖത്തിനും അപകടത്തിനും നമ്മളെ തളർത്താൻ സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് ശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആര് തെളിയിക്കും? അമ്മയെപ്പോലെ അവതാരങ്ങൾ മാത്രമേ സാധിക്കുള്ളൂ. ആരും അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പോൾ യഥാർത്ഥ വേദരക്ഷണം അമ്മയെപ്പോലുള്ള അവതാരങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾക്ക് പാരായണം, നമ്മുടെ വേദരക്ഷണം പാരായണം, പിന്നെ വേദ മന്ത്രങ്ങൾ പഠിച്ച് അതിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാക്കി നമ്മുടെ യഥാശക്തി നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് മറ്റവരെ പഠിപ്പിച്ചു കൊടുക്കുക. അത് നമുക്ക് അത്രേ സാധിക്കുള്ളൂ. പിന്നെ ആ വേദം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമ്മൾ അമ്മയുടെ ജീവിതത്തിൽ നമ്മളുടെ തന്നെ ശ്രദ്ധിക്കണം. എന്നാൽ ഒരളവ് വരെ നമുക്ക് സാധിക്കും. അമ്മയുടെ മന്ത്രവും അമ്മയുടെ ഉപദേശം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഒരളവ് വരെ തീർച്ചയായും നമുക്ക് ബലമുണ്ട്, അത് സാധിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ ദ്വേ വിദ്യേ വിദിതവ്യേ ഇതിഹാസ്മ ബ്രഹ്മവേദോ വദന്തി എന്ന് പറയുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തലം വിദ്യയുണ്ട്. ഒന്ന് ദ്വേ വിദ്യേ വേദിതവ്യേ, അതൊന്ന് പരാവിദ്യ അപരാവിദ്യ. വിദ്യക്ക് രണ്ട് തലമുണ്ട്. ഒന്ന് അപരാവിദ്യ എന്ന് പറയുന്നത് കുറച്ച് മറ്റേ ഇത് പുസ്തകജ്ഞാനമാണ്. ഋഗ്വേദ, യജുർവേദ, സാമവേദ, ഇതെല്ലാം ഇത് വേദങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അപരാവിദ്യയിൽ അത് ലോവർ നോളജ്, അത് ബുക്ക് നോളജ്, ബുദ്ധിയുടെ തരത്തിലുള്ള ജ്ഞാനം ഋഗ്വേദ, യജുർവേദ, സാമവേദ എല്ലാ വേദങ്ങളും എണ്ണി പറഞ്ഞിട്ട് പിന്നെ അവസാനം ഗുരു പറയാണ് പരായയ യദ് അക്ഷരം അധിഗമ്യത്തെ. അക്ഷരം എന്നുള്ള വാക്കാണ്. ആ പരാവിദ്യ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ അക്ഷരം, ആ ഈശ്വരനെ അറിയാൻ സാധിക്കുന്നില്ല. അതാണ് യഥാർത്ഥ അക്ഷരം. നമ്മൾ ഈ നവരാത്രി സമയത്ത് മനസ്സിലാക്കേണ്ടത് ആ അക്ഷരം, ആ പരമാത്മാവിനെ അറിയിക്കുന്ന, അതാണ് യഥാർത്ഥ അക്ഷരാഭ്യാസം എന്ന് മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം, അക്ഷരാഭ്യാസം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നവരാത്രി ആഘോഷിക്കുമ്പോൾ നവരാത്രി 9 രാത്രികൾ, ആദ്യത്തെ 3 ദിവസങ്ങൾ ദുർഗാദേവിയെ ഉപാസന ചെയ്യുകയാണ്. ദുർഗാദേവി നമ്മുടെ എല്ലാ മാലിന്യങ്ങളും തടസ്സങ്ങളും നീക്കി, അതിനുശേഷം പിന്നത്തെ 3 ദിവസങ്ങൾ മഹാലക്ഷ്മി നമുക്ക് സദ്ഗുണങ്ങൾ തരുന്നു, നല്ല ഗുണങ്ങൾ തരുന്നു. ഇത് നമ്മുടെ സാധാരണ ധനം എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മുടെ പൈസ മാത്രമല്ല. മഹാഭാരതത്തിൽ ഒരു സംഭവമുണ്ട്. യക്ഷൻ ധർമ്മപുത്രനോട് ചോദിക്കുകയാണ്, ഈ ഏറ്റവും ആകർഷമുള്ള ആഭരണം എന്താണെന്ന് വെച്ചത്. ഉടനെ ധർമ്മപുത്ര ഉത്തരം പറഞ്ഞു, വിനയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിനയമാണ് ഏറ്റവും ആകർഷമുള്ള, ഒരു വ്യക്തിക്ക് വിനയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിനയമാണ് ഏറ്റവും ആകർഷമുള്ള ആഭരണം.
അതുപോലെയാണ് മഹാലക്ഷ്മിയും. മഹാലക്ഷ്മി നമ്മൾ ധനം തരുന്നവർ മാത്രമല്ല, നമുക്ക് എല്ലാ സദ്ഗുണങ്ങൾ തരുന്ന ആ ശക്തിയാണ് മഹാലക്ഷ്മി. അങ്ങനെ ആ ദേവി ആദിപരാശക്തി 3 രൂപത്തിൽ, ദുർഗാദേവിയുടെ രൂപത്തിൽ, മഹാലക്ഷ്മി രൂപത്തിൽ, സരസ്വതി രൂപത്തിൽ, ഇങ്ങനെയാണ് നവരാത്രി എന്ന് പറയുക. ഇതാണ് നവരാത്രി, 9 രാത്രി എന്നുള്ള ഒരർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം, നവ എന്നുള്ള വാക്കിന് പുതിയത് എന്നുള്ള അർത്ഥമുണ്ട്. പുതിയ രാത്രി. ഇപ്പോൾ രാത്രി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേവീ കവചത്തിൽ ഇത് ദേവിക്ക് സപ്തമം കാളരാത്രിശ്ച എന്നൊരു ഒരു നാമമുണ്ട്. കാളരാത്രി, മലയാളത്തിലെ കാളരാത്രി എന്ന പേടി സ്വപ്നം എന്താണ്? നമ്മുടെ ദേവിയുടെ പേര് കാളരാത്രി എന്ന് പറയുമ്പോൾ കാലം എന്നുള്ള സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാതെയാകും. അപ്പോൾ ആ രാത്രി എന്ന് ഉദ്ദേശിക്കുന്നത് അത് രൂപങ്ങൾ ഒന്നും ഇല്ലാതെയായി. ഇതാണ് രാത്രി. അപ്പോൾ സാധാരണ രാത്രിയിൽ രൂപങ്ങളൊന്നും ഇല്ലാതെയായി. അപ്പോൾ ഒരു ശൂന്യത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തി രാത്രി അവിടെ ഇരുന്ന് കഴിഞ്ഞു, എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ കഴിവുകൊണ്ടും ഇതെല്ലാം സമ്പാദിച്ചു, ഞാനിനി ഇതെല്ലാം അനുഭവിക്കാൻ പോകുകയാണെന്നല്ല, അതാണ് തെറ്റിദ്ധാരണ എന്ന് പറയാം. അവിടെ ദേവി പറയാണ്, നിൻ്റെ ബുദ്ധി കൊണ്ടോ നിൻ്റെ ശക്തി കൊണ്ടല്ല, എല്ലാം ഞാൻ തന്നതാണ്. അപ്പോൾ അവിടെ രാത്രി ഭോഗം അനുഭവിക്കാൻ പോകുമ്പോൾ ഈ വിദ്യയോടുകൂടി, ഈ അറിവോടുകൂടി അനുഭവിക്കുക. അതാണ് പുതിയ രാത്രി, നവരാത്രി. ഇന്നലെ വരെ ഞാൻ തെറ്റിപ്പോയി, അമ്മയെ തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചു എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം കിട്ടിയെന്ന് തെറ്റിപ്പോയി. ഇന്ന് മുതൽ നവരാത്രി, ന്യൂ നൈറ്റ്. ഇന്ന് മുതൽ ഞാൻ അങ്ങേ ഓർക്കുകയാണ്. അങ്ങയുടെ ശക്തി കൊണ്ടാണ്, അങ്ങയുടെ ബുദ്ധി കൊണ്ടാണ്, അങ്ങയാണ് തന്ന ബുദ്ധി, അങ്ങയുടെ ശക്തി, എനിക്കിതെല്ലാം തന്നത് അങ്ങയാണ് അമ്മേ എന്നുള്ള ആ ഭാവം. അതാണ് ന്യൂ നൈറ്റ്, പുതിയ രാത്രി എന്ന് പറയുന്നത്. രാത്രിയിൽ ഒന്നുമില്ലാതെ ഉണ്ടെങ്കിലും ഒരു നല്ല എക്സാമ്പിൾ പറയും. ഇത് കടികട്ടി വേദാന്തമാണ്. ഇപ്പം നമ്മൾ വൈകുന്നേരം 6:30 മണിക്ക് പ്രോഗ്രാം തുടങ്ങാറായി. അപ്പോൾ നമ്മൾ പറയണം, ഒന്ന് പോയി നോക്കിയിട്ട് വാ, ഹാളിൽ ആരും കൊണ്ടു നോക്കിയിട്ട് വാ. അപ്പോൾ ഒരു വ്യക്തി പോയിട്ട് ഹാളിൽ ചെന്നിട്ട് പറയണം, അയ്യോ ഇവിടെ ആരും ഇല്ല എന്ന് പറയണം. അപ്പോൾ ഇന്നും അമ്മ തമ്മ സത്സംഗത്തിലും അമ്മ ഈ കാര്യം പറഞ്ഞു. ഒരു ഗുരു ശിഷ്യനെ, 2 ശിഷ്യന്മാർക്ക്, 2 പേർക്ക് പിന്നെ ഒരു പരീക്ഷണം കൊടുത്തു. ഒരു കാക്കയെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു, ഇത് പോയിട്ട് ആരും കാണാതെ പോയിട്ട് അതിനെ കൊന്നിട്ട് വാന്ന് പറയും. ഒരു ശിഷ്യൻ പോയിട്ട് ഒരു ഗുഹയിൽ പോയിരുന്ന ആരും കാണുന്നതിന് അതിനെ കൊന്നിട്ട് തിരിച്ചു വന്നു, ഞാൻ കൊന്നെന്ന് പറയും. മറ്റേ ശിഷ്യൻ എവിടെ ചെന്നിട്ടും അദ്ദേഹത്തിന് തോന്നി, അയ്യോ ഞാൻ കാണുന്നുണ്ടല്ലോ, ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാൻ കാണുന്നുണ്ടല്ലോ ഈ കാക്കയെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആരും കാണാതെ എങ്ങനെയാ നല്ല അതമ്മ പറയാറുണ്ട് ഈ കഥ. അപ്പോൾ അത് ഉദ്ദേശം, എവിടെ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഹാളിൽ പോയിട്ട് 6:30 മണിക്ക് ആണ് 6:30 മണിക്കാണ് പ്രോഗ്രാം. 6:25 പോയിട്ട് ഹാളിൽ പോയിട്ട് ഞാൻ എന്താ പറയുകയാണ്, അയ്യോ ഇവിടെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടല്ലോ, ഇവിടെ ആരും ഇല്ല എന്ന് അറിയുന്ന ഞാൻ അവിടെ ഉണ്ടല്ലോ. ആ രാത്രിയിൽ ആ ശൂന്യതയിലും ആ ചൈതന്യം എപ്പോഴും അവിടെയുണ്ട്. ആ ചൈതന്യമാണ് ദേവി എന്നുള്ള വാക്കിന്, ദേവി എന്നുള്ള വാക്ക് തന്നെ അർത്ഥം ചൈതന്യം എന്നാണ് അർത്ഥം. അപ്പോൾ രാത്രിയിലും ഒന്നുമില്ലാതെ ആയിക്കഴിഞ്ഞാലും ആ ദേവി എപ്പോഴും അവിടെയുണ്ട്. ശ്മശാനത്തിൽ ഒന്നുമില്ലാതെ കഴിഞ്ഞാലും കാളി അവിടെയുണ്ട്. അതാണ് ശ്മശാനവാസിനി കാളി എന്ന് പറയാനൊക്കെ ഉണ്ട്.